പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 12 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മറ്റൊരു തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. മേരി എന്ന നാമത്തിൻ്റെ തിരുനാൾ. അപ്പം നമ്മൾ ഈ മാസം ആചരിക്കുന്ന 2ാമത്തെ തിരുനാളാണ്. 8 സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേ, പിറവി തിരുനാൾ. 12 സെപ്റ്റംബർ 12 മേരി എന്ന നാമത്തിൻ്റെ തിരുനാൾ. സെപ്റ്റംബർ 15 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ, അവർ ലേഡി ഓഫ് സോറോസ്. ഇനി 24 സെപ്റ്റംബർ 24 അവർ ലേഡി ഓഫ് മേഴ്സി, കരുണയുടെ മാതാവിൻ്റെ തിരുനാൾ. അപ്പോൾ നമുക്ക് ഈ മാതാവിൻ്റെ പേര്, ബൈബിളിൽ അങ്ങനൊരു വചനമുണ്ട്, നിങ്ങൾക്കതറിയാവോ എന്നറിയില്ല. ലൂക്ക 1:27 അവളുടെ പേര് മറിയം എന്നായിരുന്നു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. അപ്പം മേരി എന്ന നാമത്തിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. നമ്മുടെ അനുഗ്രഹമാണിത്. നമ്മളെന്നും പറയുന്ന പേരാണ്. നമ്മളൊരു അഭിഷേകമുള്ള ഒരു വാക്കാണ് ആവേ മരിയ എന്നത്. അപ്പോൾ അത് ഒത്തിരി നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന നാമമാണ് മേരി എന്ന നാമം. നമുക്ക് അതിനോർത്ത് നമുക്ക് നന്ദി പറയാം. ബൈബിളിൽ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ പേരുണ്ട്. അപ്പോൾ മാതാവിൻ്റെ പേര് ബൈബിളിലുള്ള പേരാണ്. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ലൂക്ക 1:27. അപ്പോൾ ഈ നാമത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ. ഈ നാമം തിരഞ്ഞെടുത്ത ദൈവം കൊടുത്ത പേര്, അതിൻ്റെ അഭിഷേകം നമുക്കും അനുഭവവേദ്യമാകട്ടെ. ഈ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകൾ നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ നാമം ആഘോഷിക്കുന്ന എല്ലാവർക്കും അങ്ങേ കാരുണ്യത്തിൻ്റെ സഹായം ഈ കന്യക നേടിക്കൊടുക്കട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബ്ബ, പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, മേരി എന്ന നാമത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ്. സെപ്റ്റംബർ 12 ഈ തിരുനാൾ വരുന്നത് എന്തുകൊണ്ടും അർത്ഥവത്താണ്. കാരണം പണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇങ്ങനെ പേര് ഇടുന്ന മാമോദീസ കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ. ഇപ്പോഴൊക്കെയാണ് 3 മാസം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനൊക്കെ നമ്മൾ മാമോദീസ കൊടുക്കുന്നത്. അപ്പോൾ മേരിയുടെ ജനനം, മാതാവിൻ്റെ ജനനം 8-ാം തീയതി നമ്മൾ ആചരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിന് പേരിട്ടു, മേരി എന്ന പേരിട്ടു. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുമ്പോഴും നമുക്ക് ഓർക്കാനും സുഖമാണ്. മാതാവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 12-ാം തീയതി മാതാവിൻ്റെ പേരിൻ്റെ തിരുനാൾ. മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. 1683 ഓട്ടോമൻ തുർക്കി സാമ്രാജ്യം ക്രൈസ്തവരെ ഇങ്ങനെ അടിച്ചമർത്തുന്ന, അവർക്കെതിരെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ അരങ്ങേറിയപ്പോഴും അത് വിയന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ അതിനെതിരെ മാതാവിൻ്റെ പേര് വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്കെതിരെ നമ്മൾ വിജയം വരിച്ചു, കത്തോലിക്കരെ വിജയം വരിച്ചു. അതിൻ്റെ ഓർമ്മ ദിവസമായിട്ടും ഇന്നസെൻ്റ് 11-ാമൻ പാപ്പ ആരംഭിച്ച തിരുനാളാണ് ഇത്. സെപ്റ്റംബർ 12 മേരി എന്ന നാമത്തിൻ്റെ തിരുനാൾ. വിജയം വരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച നാമമാണ് മേരി എന്ന നാമം. നമുക്ക് ഈ പേരിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇപ്പം മാർ എന്ന വാക്ക് അത് ഹീബ്രു പദമാണ്. അതിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. കയ്പ് നമുക്കതറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം മുതൽ അതിൽ മാറായിലെ ജലം എന്നാ പറയാം. മാറായിലെ ജലം. അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന് പേര് നൽകപ്പെട്ടു. അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്ത് അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അപ്പം ഈ ഒരു മാർ മേരി അങ്ങനെ ഒരു അർത്ഥമുണ്ട്. കയ്പ് എന്നൊരർത്ഥമുണ്ട്. അത് വെളിപാടിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇതുപോലൊരു സൂചന ഉണ്ട്. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി. വെളിപാട് 10:10. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. നമ്മളിങ്ങനെ വചനം കേൾക്കാൻ എളുപ്പമാണ്, നല്ല സുഖമാണ് വചനം കേൾക്കാൻ. പക്ഷെ വചനം പാലിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാതാവ് മേരി എന്ന പേരിൻ്റെ ഒരു മൂലപദം കയ്പ് എന്നർത്ഥമുണ്ട്. അപ്പോൾ അതാണ്, ബുദ്ധിമുട്ടുള്ള വചനമാണ് സ്വീകരിക്കാൻ, അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ടും മാതാവ് ലൂക്ക 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. വചനം അത് അത്ര എളുപ്പമല്ല, പക്ഷെ എന്നാലും മാതാപിതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു. അപ്പോൾ അത് വളരെ ആത്മീയമായിട്ടുള്ളൊരു അർത്ഥമുള്ളൊരു കാര്യമാണ്. ഇനി MIR MIR അത് മിർ എന്ന വാക്ക് അതിനൊരു വിപ്ലവം എന്നുള്ളൊരർത്ഥമുണ്ട്. റിബല്ലിയോൺ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ നമ്മളിന്ന് പ്രതിവചന സങ്കീർത്തനം വായിച്ചു കേട്ടത് മാതാവിൻ്റെ സ്തോത്രഗീതമാണ്. മാതാവിൻ്റെ സ്തോത്രഗീതം യഥാർത്ഥത്തിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. ധനികർ വെറും കൈയോടെ പറഞ്ഞേക്കപ്പെട്ടു, അങ്ങനെയൊക്കെ പറയുന്ന വരികളുള്ളതാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ
വെറും കൈയോടെ പറഞ്ഞയച്ചു. അതാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാർ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ഇതൊക്കെ പറയുന്നത് വിപ്ലവാത്മകമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ MIR അത് മിർ എന്ന വാക്കിൻ്റെ അതിന് റെബല്ലിയോൺ, വിപ്ലവം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഇനി അത് ഈജിപ്ഷ്യൻ ലാംഗ്വേജിൽ അതിന് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നൊരർത്ഥം കൂടിയുണ്ട്. മാതാവ് യഥാർത്ഥത്തിൽ ഈശോയുടെ അമ്മയാകാൻ ആഗ്രഹിച്ച് ഒരുങ്ങിയവളാണ്. അപ്പം മേരി എന്ന പേര് അത് അതിൻ്റെ റൂട്ട് പദത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി മറ്റൊരർത്ഥം പ്രിയപ്പെട്ടവൾ എന്നൊരർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവൾ, സ്ത്രീകളിൽ അനുഗ്രഹീത, സകല തലമുറകളും ഭാഗ്യവതി എന്ന് വിളിക്കും. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി, അനുഗ്രഹീത. അപ്പോൾ അങ്ങനെ പ്രിയപ്പെട്ടവൾ, ദൈവത്തിന് പ്രിയപ്പെട്ടവളായതുകൊണ്ടാണല്ലോ സ്വർഗം കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്. അപ്പം പ്രിയപ്പെട്ടത് എന്നൊരർത്ഥമുണ്ട്. ഇനി നമുക്ക് മിറാക്കുലസ് എന്ന വാക്ക്, അതിൽ ആദ്യത്തെ അക്ഷരം MIR. അപ്പോൾ മിറാക്കുലസ്, നമുക്ക് ഈ ബസലിക്ക ദേവാലയത്തിൽ, പ്രധാന ബസലിക്ക ദേവാലയത്തിൽ മാതാവിൻ്റെ രൂപം അത് മിറാക്കുലസ് സ്റ്റാച്ചു. അതുകൊണ്ടാണ് ആ രൂപം അത് മാറ്റാതെ അവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് പ്രധാന അൾത്താരയിൽ. ഇവിടെ പോർച്ചുഗീസുകാർ, നാവികർ, കപ്പലപകടം അതവിടെ മാതാകുളത്ത് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, നമുക്കറിയാം. അങ്ങനെ അവർ രക്ഷിച്ചു, അങ്ങനെ അവർ നേർച്ച നേർന്നാണ്. ഈ അങ്ങനെ അപകടത്തിൽപ്പെട്ടപ്പോൾ ഈ കപ്പൽ അടുക്കുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പള്ളി പണിയും എന്ന്. അപ്പോൾ സമുദ്രതാരം എന്നൊരർത്ഥം കൂടിയുണ്ട്. സമുദ്രതാരം, സ്റ്റെല്ല മാരീസ്, അതിലെ മാരീസ്, സമുദ്രതാരം, മാരീസ് എന്ന വാക്കം അത് മേരി എന്ന പദത്തുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പം മിറാക്കുലസ് സ്റ്റാച്ചു, ഈ അത്ഭുത രൂപമാണ് ഈ പറഞ്ഞ അടയാളങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ തീർത്ഥാടനം ഇങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ സ്റ്റെല്ല മാരീസ്, ഈ സ്റ്റെല്ല മാരീസ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റെല്ല എന്നല്ല, അതിൻ്റെ തുടക്കത്തിൽ അത് സ്റ്റില്ല എന്ന അർത്ഥമാണെന്നാണ് പറയുന്നത്. സ്റ്റില്ല എന്ന വാക്കിൻ്റെ അർത്ഥം തുള്ളി എന്നാണ്. സമുദ്രത്തിലെ തുള്ളി, തുള്ളികളെല്ലാം ചേർന്ന് സമുദ്രമുണ്ടായതുപോലെ. അത് ലൂയി ഡി മോൺഫോർട്ട് എന്ന ഒരു വിശുദ്ധൻ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വലിയ ഭക്തനാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഈ കൃപകളെല്ലാം ഒരുമിച്ച് ചേർത്തതാണ് മറിയം. ദൈവത്തിൻ്റെ കയ്യിലെ കൃപകളെല്ലാം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് മറിയം. God the Father has gathered all the virtues, all the graces. അതിന് പറയുന്ന പേരാണ് മറിയം. അപ്പോൾ ഈ പുണ്യവാളൻ പറയുന്നത് തുള്ളികളെല്ലാം ചേർന്ന് സമുദ്രമുണ്ടായതുപോലെ കൃപകളെല്ലാം ഇങ്ങനെ കൈക്കുമ്പിളിൽ ചേർത്ത് പിടിച്ചാൽ അതാണ് മറിയം. ഇനി മറ്റൊരു പ്രത്യേകത, ഇന്ന് സുവിശേഷം വായിച്ചു കേട്ടത് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. 3 പേരുടെ പേര് മറിയം എന്നാണ്. സുവിശേഷത്തിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മുടെ മാതാവ് മറിയം, പിന്നെ ആരാം, പിന്നെ 2 മറിയം കൂടി ആ കൂട്ടത്തിലുണ്ട്. കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുരിശിൻ്റെ വിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആളുടെ പേരാണ് മറിയം. കുരിശിൻ്റെ വിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള, അപ്പോൾ കുരിശിൻ്റെ വിട്ട് നിൽക്കണമെങ്കിൽ മറിയമാകണം. കുരിശിൻ്റെ വിട്ട് നിൽക്കണമെങ്കിൽ മറിയമാകണം. നമ്മളിപ്പോൾ കുരിശിൻ്റെ വിട്ട് നിന്നുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അനുസ്മരണമാണല്ലോ, ഈശോയുടെ ബലിയുടെ അനുസ്മരണമാണ് ബലിയർപ്പണം. ഈശോയുടെ കുരിശിലെ ബലിയുടെ അർപ്പണമാണ്, അനുസ്മരണമാണ് ബലിയർപ്പണം. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ സിംബോളിക്കായിട്ട് കുരിശിൻ ചവിട്ടിലല്ല നിൽക്കുന്നത്. അപ്പം കുരിശിൻ ചവിട്ടിൽ നിൽക്കുന്നവരുടെ പേരാണ് മറിയം. പക്ഷെ നമ്മൾ കുരിശിൻ ചവിട്ടിൽ നിൽക്കുകയും മനസ്സുകൊണ്ട് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് മറിയമാകാൻ പറ്റുമോ? മറിയം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മറിയമാകണം. ഇനി യോഹന്നാൻ അവിടെ നിൽപ്പുണ്ട്. യോഹന്നാൻ മറിയമല്ല, പക്ഷെ യോഹന്നാന് മറിയമില്ല. അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ഈ മറിയത്തെ യോഹന്നാന് കൊടുത്തു. അപ്പോൾ യോഹന്നാൻ്റെ ഉള്ളിൽ മറിയമുണ്ടായി. നിന്റെ അമ്മ. അതാണ്. അപ്പോൾ അതൊരു ആത്മീയ സന്ദേശമാണത്. കുരിശിൻ ചവിട്ടി നിന്ന് കർത്താവിൻ്റെ ഒപ്പം നിന്ന് ജീവിക്കണമെങ്കിൽ മറിയത്തിൻ്റെ ക്വാളിറ്റി വേണം. വെറുതെ അങ്ങനെ സാധാ ഒരു ഈ മാമോദീസയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ കിട്ടിയ പദവി നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് മറിയത്തെ പോലെ നിൽക്കാൻ പറ്റില്ല. ഈ പദവി നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല.
മാമോദീസയിലൂടെ തന്ന വെള്ളവസ്ത്രം മലിനമാക്കിയ ഒരാൾക്ക് കുരിശിൻ ചവിട്ടി നിൽക്കാൻ പറ്റില്ല. ബലിയർപ്പണം അനുഗ്രഹമാകില്ല. ബലിയുടെ കൂടെ നിൽക്കും, ബലിയൊക്കെ അർപ്പിക്കും, അവിടെയൊക്കെ വന്ന് നിൽക്കും, പക്ഷെ ഒന്നും അനുഭവമാകിയല്ല. വെറുതെ ഇങ്ങനെ ഒരു പോക്ക്, വെറുതെ ഒരു ജീവിതം, അങ്ങനെ ആയിപ്പോവും. ശരിക്കും മറിയമാകണം കുരിശിൻ ചവിട്ടി നിന്ന് കർത്താവിൻ്റെ ബലിയെ അനുസ്മരണം അത് ഉണ്ടാകണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇത് ഒരു വലിയൊരു നല്ലൊരു തിരുനാളാണ്. ഇങ്ങനെ മാതാവിൻ്റെ പേര് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാതാവിൻ്റെ പേര് പറഞ്ഞാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ അതിൽ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. എത്ര പ്രാവശ്യമാണ് നമ്മൾ ഉരുവിടുന്നത്? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തന്നിട്ടുള്ള നാമമാണ്. മറിയമേ എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ഒരു പേരാണ്. ഇനി പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അത് അവസാനിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല എന്ന് നമുക്ക് തോന്നും. മറിയമേ എന്ന് പറഞ്ഞാണ് കരുണയും സ്നേഹവും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ ആമേ, അങ്ങനെ പറഞ്ഞാണ് അത് അവസാനിക്കുന്നത്. മനസ്സിലായോ? അപ്പം മറിയമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടുതൽ പ്രാർത്ഥനകളും അവസാനിക്കുന്നത്. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇതിന് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്, ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തിന് തിയോളജിക്കലായിട്ട് വലിയ അടിസ്ഥാനമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഉള്ളിലേക്കൊരു സന്ദേശം സാധിക്കും. നമുക്ക് ഒരു വീട്ടിലൊരു മേരിയുണ്ട്, ജോസഫുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരാണ്. മേരി തയ്യൽക്കാരിയാണ്. അപ്പം മേരി തയ്ച്ചു വെച്ച ഒരു വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മേരിയുടെ കൂട്ടുകാരത്തി വന്നിട്ട് മേരി മേരി എന്ന് പറഞ്ഞ് വീട്ടുവാതിക്കൽ വന്ന് വിളിക്കുക. അങ്ങനെ വീട്ടുവാതിക്കൽ വന്ന് മേരി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ വന്നത് മേരിയല്ല, ജോസഫാണ് വന്നത്. വീട്ടുകാരനാണ് വന്നത്. അതായത് മേരി അകത്ത് പണിയിലാണ്, അടുക്കളയിൽ പണിയില്ല, മേരി അതിൻ്റെ തിരക്കില്ല. അല്ലെങ്കിലും പൊതുവെ വീട്ടിൽ വന്ന് സ്ത്രീകളെ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലുള്ള പുരുഷന്മാരാണ് ഇറങ്ങി വരിക, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, എന്താണ് മകളെ ആവശ്യം? മേരി അകത്ത് പണിയാണല്ലോ. അപ്പോൾ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറിയത്തിൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ജോസഫ് ആണെങ്കിലും ഈശോ ഉരുവായത് പരിശുദ്ധാത്മാവിലാണ്. അപ്പം ഈശോയുടെ കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ്. അപ്പം മറിയമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ്, അതിനുള്ള പേരാണ് മറിയം എന്ന പേര്, പരിശുദ്ധാത്മാ. ഇത് തിയോളജിക്കലി അതിൻ്റെ അടിസ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഒരു സാധാരണ നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ ചുറ്റുപാടുകളിൽ ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ വീട്ടുകാരത്തി വിളിച്ച ആയിരിക്കില്ല വരുന്നത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില കോണ്ടക്സ്റ്റുകളിൽ വീട്ടുകാരത്തി വിളിച്ച വീട്ടുകാരൻ പുറത്തേക്ക് വരും. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചാൽ പരിശുദ്ധാത്മാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ അത് ശ്രദ്ധയോടെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മാതാവിന് എത്രയോ അധികം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ് അത് ദൈവം തന്ന പേരാണ്. ആ പ്രാർത്ഥന നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ട ജപമാല പ്രാർത്ഥന, അത് ചൊല്ലുമ്പോൾ നമ്മൾ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ 53 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ 53 പ്രാവശ്യമാണ്. ഇനി കുടുംബത്തിലെല്ലാവരും ചേർന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് ചൊല്ലാനായിട്ട് വലിയ ആഗ്രഹം കാണിക്കും. പക്ഷേ 2 ഗണമായിട്ട് കൂട്ടമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അതിൻ്റെ ആദ്യത്തെ പകുതി അത് ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ എത്രയോ പ്രാവശ്യം മറിയമേ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ എത്രയധികം പരിശുദ്ധാത്മാവ് വരും. ഒറ്റയ്ക്ക് ചൊല്ലണമെന്ന് പലരും വാശി പിടിക്കുമ്പോൾ ഒരുമിച്ച് ചൊല്ലിയാനുള്ള ഇഫക്റ്റ്, കുടുംബത്തിൽ ഒരമ്മ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ 4-5 പേര് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലിയാൽ വീട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയില്ലേ? അപ്പം അതിനുള്ള പ്രാർത്ഥനയാണ്, അതിന് നൽകപ്പെട്ട പേരാണ്. ഇനി അപ്പോൾ ഈ തുള്ളികളെല്ലാം ചേർന്ന് അങ്ങനെ സമുദ്രമുണ്ടായതുപോലെ കൃപകളെല്ലാം ചേർന്ന് മറിയമുണ്ടായതുപോലെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച മാലയാണമ്മ, കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ, സുഹൃതമെല്ലാം കോർത്തുവെച്ച
മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. അമ്മേ അമ്മേ മാമരിയേ എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. ഈ മേരി എന്ന നാമത്തിൻ്റെ തിരുനാളിൽ ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മാതാവിനോട് ചേർന്ന് മറിയത്തെപ്പോലെയായി കുരിശിൻ ചുവട്ടിൽ നിന്നുള്ള നല്ല ജീവിതം നയിക്കുവാനും, അതുപോലെ മറിയമെന്ന പേര് വിളിച്ച് 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 പരിശുദ്ധാത്മാവിൽ നിറയാനും ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. ഉള്ളവും എന്നുള്ളതും ദേഹവും ദേഹിയും സ്നേഹമോടേകാൻ കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെയും തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങളുടെ കാണിക്കകൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ഈ കന്യകയുടെ നാമം വണങ്ങുന്ന ഞങ്ങളെ അങ്ങേ മഹിമയ്ക്ക് സ്വീകാര്യരാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങയക്കുകയും ചെയ്ത് അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങ് തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം
പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് ഭക്തിയോടുകൂടെ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈ കാഴ്ചവസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് അപ്പവും വീഞ്ഞുമായി ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത് പോലെ, ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി നമുക്ക് ഭക്തിയോടെ ശ്രദ്ധയോടെ പങ്കുചേരാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി
ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പയോടും ഞങ്ങളുടെ രൂപദീക്ഷനായ സഹായിരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവമാതാവായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യത്താൽ അങ്ങ് അനുഗ്രഹത്തിൻ്റെ കൃപ ഞങ്ങൾ പ്രാപിക്കട്ടെ. അങ്ങനെ അമ്മയുടെ ആദരിക്കപ്പെടേണ്ട നാമം ആഘോഷിക്കുന്ന ഞങ്ങൾ അമ്മയുടെ സഹായം എല്ലാ ആവശ്യങ്ങളിലും അനുഭവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.